ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വൻ സ്വത്ത് സമ്പാദനമെന്ന് ഇഡി. ഇത് സംബന്ധിച്ച നിർണായക രേഖകളാണ് പിടിച്ചെടുത്തത്. ശബരിമല സ്പോൺസർഷിപ്പിന്റെ മറവിൽ വൻ ക്രമക്കേടാണ് കാണിച്ചുകൂട്ടിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഉടൻ വിധി പറയും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനും മനോജും ചേരുന്നുണ്ട്. ആദ്യം ജിജീഷിലേക്കാണ്. ജിജീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്ത് സമ്പാദനത്തിൽ വലിയൊരു രീതിയിലുള്ള കണ്ടെത്തൽ ഇ ഡി നടത്തിയിരിക്കുന്നു. ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിക്കാത്തതൊക്കെ ഇ ഡി വന്ന മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്തൊക്കെ നിർണായക രേഖകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും പിടിച്ചെടുത്തത്? ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്പാദിച്ചത്, ഈ സ്പോൺസർഷിപ്പിന്റെ മറവിൽ സമ്പാദിച്ചതിന്റെ പങ്ക് ചില ഉന്നതരായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥരടക്കം പറ്റിയെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, ജിജീഷ്? അശ്വതി, ഈ അന്വേഷണം മുറുകുമ്പോൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ വ്യാപകമായി ഇന്നലെ നടന്ന റെയ്ഡിൽ ലഭിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തിരുവനന്തപുരത്ത് പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു അന്വേഷണ സംഘം നടത്തിയത്. അവിടെ ഇ ഡി സംഘം എത്തുമ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് സഹോദരിയുടെ വീട്ടിൽ നിന്ന് അമ്മയെ കൊണ്ടുവന്നാണ് ആ വീട് തുറന്ന് പരിശോധന നടത്തിയത്. ഇ ഡി ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നില്ല, ബാങ്ക് ഉദ്യോഗസ്ഥരും ഈ പരിശോധനയുടെ ഭാഗമായി. അങ്ങനെ അവർ നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോഴാണ് അനധികൃത സ്വത്ത് സമ്പാദനം, വലിയ തോതിൽ സ്വത്ത് സമ്പാദനം, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി എന്നതിന്റെ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. ഇവയുടെ പ്രാഥമിക നിഗമനമാണ് ഇത്. കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തുമ്പോൾ കൂടുതൽ എവിടെയെല്ലാമാണ് നിക്ഷേപങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. ഈ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട്, സ്വത്തുക്കൾ എവിടെയെല്ലാം സമ്പാദിച്ചു എന്നതുമായി ബന്ധപ്പെട്ടും സ്വത്തുക്കൾ വാങ്ങിയതിന്റെ, ആസ്തികൾ വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളാണ് ഇന്നലെ നടന്നിട്ടുള്ള റെയ്ഡിൽ, ഇന്ന് പുലർച്ചെ 4 മണി വരെ പലയിടങ്ങളിലായി നടന്നിട്ടുള്ള റെയ്ഡിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്നത്. ഈ ആസ്തി രേഖകൾ കൂടുതൽ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എവിടെയെല്ലാമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമ്പാദ്യങ്ങൾ ഉള്ളത് എന്ന് കണ്ടെത്തണം. സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വൻതോതിലുള്ള ക്രമക്കേട് നടന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. നിരവധി രേഖകൾ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഒരേ സമയം നടത്തിയ റെയ്ഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മാത്രം ഇത്രയധികം സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നത്. ഇത് തട്ടിപ്പിലൂടെ ലഭിച്ച പണം തന്നെയാണ്. അതായത് സ്വർണ്ണ കവർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. ഈ സ്വർണ്ണ പാണികൾ, അതിന്റെ മൂല്യത്തിന് വില പറഞ്ഞുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയത് എന്ന് SIT കണ്ടെത്തി. തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും അതേ നിലക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ആ മൂല്യത്തെ വിൽപ്പനച്ചരക്കാക്കി മാറ്റിക്കൊണ്ട്, ആ മൂല്യത്തെ വിൽപ്പന വസ്തുവാക്കി മാറ്റിക്കൊണ്ട് അമൂല്യമായ ശബരിമലയിലെ സ്വർണ്ണപ്പാണികളാണ് എന്നതുകൊണ്ട് തന്നെ അതിന് പല മടങ്ങ് പൈസ കിട്ടുമെന്നറിയാവുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരത്തിൽ തന്നെ അത് ഉപയോഗിച്ചു എന്നാണ് പ്രാഥമികമായി വ്യക്തമായത്. ഈ പാളുകൾ മാറ്റിക്കൊണ്ട്, യഥാർത്ഥ പാളുകൾ വിറ്റുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പലയിടങ്ങളിലായി സ്വത്തുക്കളായി വാങ്ങിക്കൂട്ടിയത് എന്ന സൂചന തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. അത് സംബന്ധിച്ച് തന്നെയാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നത്. ഈ സ്വത്ത് സമ്പാദനത്തിന്റെ കൃത്യമായ രേഖകൾ, വിവരങ്ങൾ, അനുബന്ധമായി തന്നെ ഭൂസ്വത്തുക്കൾ വാങ്ങിയതിന്റെ വിവരങ്ങൾ, സ്വത്ത് സമ്പാദനത്തിന്റെ തെളിവുകൾ എന്നിവയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മണിക്കൂറുകൾ നീണ്ട റെയ്ഡിൽ ലഭിച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന രേഖകൾ പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം വൈകാതെ കടക്കും. അശ്വതി, ജിജീഷ്, വിവരങ്ങൾ വ്യക്തമാണ്. ഇനി നമുക്ക് മനോജിലേക്ക് ഒന്ന് പോകാം. മനോജ്, നമ്മുടെ പ്രതിനിധി ജിജീഷ് കരുണാകരൻ അക്കമിട്ട് പറയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള നിർണായക തെളിവുകൾ അതെന്തൊക്കെയാണെന്ന്. അതായത് ഇത്രയും തെളിവുകൾ, ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഒരു 90 ദിവസമായിട്ട് പോലും പിണറായി സർക്കാർ നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാനായിട്ടില്ല. അതിന്റെ പിന്നാലെയാണ് കോടതിയുടെ സ്വാഭാവിക നടപടി എന്ന തരത്തിൽ ഈ പോറ്റിക്ക് ഈ ദ്വാരപാലക പാളി കേസിൽ ജാമ്യം ലഭിക്കുന്നത്. ഇന്ന് മറ്റൊരു കേസിലും ഇത്തരത്തിലൊരു ജാമ്യം പരിഗണിക്കുകയാണ്. ഇന്ന് എന്തൊക്കെയായിരിക്കും കോടതി പരിഗണിക്കുക? അശ്വതി, ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചിരുന്ന ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായത് മാത്രമാണ്. അതിനുശേഷം ഇന്നാണ് ഈ കോടതി വിധി പറയുന്നത്. എന്തായാലും കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കോടതി അല്പസമയത്തിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം പറയും. എന്തായാലും SIT 90 ദിവസമായിട്ടും ദ്വാരപാലക ശില്പങ്ങളുടെ
കേസിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന അതെന്തുകൊണ്ടാണ് സമർപ്പിക്കാത്തതെന്ന് ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തായാലും ഈ ഒക്ടോബർ 17-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് കട്ടിളപ്പാളി കേസിൽ കൂടെ അറസ്റ്റിലാകുന്നത്. എന്തായാലും കട്ടിളപ്പാളി കേസിൻ്റെ അറസ്റ്റ് കഴിഞ്ഞും ഇനി 90 ദിവസമാകാൻ അധിക നാളില്ല. ഇതിനിടയിൽ പോലും SIT കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രോസിക്യൂഷന് അത്തരത്തിൽ ഒരു വാദം ഉയർത്തായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ സ്വാഭാവികമായും 90 ദിവസം കഴിഞ്ഞാൽ ഒരു പ്രതിക്ക് ജാമ്യം അനുവദിക്കണം എന്നുള്ളത് ഈ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് ഉപാധികളോടെ മാത്രമായിരിക്കണമെന്നതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. അതായത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തു പോകാൻ പാടില്ല, ആഴ്ചയിൽ 2 ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഏതായാലും ഇരുവാദങ്ങളും കേട്ട കോടതി ഇന്നാണ് ഈ ജാമ്യത്തിനായുള്ള ഉത്തരവ് ഇറങ്ങുക. ഈ വിധി അല്പസമയത്തിനകം തന്നെ കോടതി പ്രസ്താവിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ED നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നമ്മൾ ഇപ്പോൾ കേട്ടതാണ് ഈ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം അതടക്കമുള്ള കണ്ടെത്തലുകളുണ്ട്. എന്തായാലും കേസിലെ മുഖ്യപ്രതിയാണ്. അങ്ങനെയെങ്കിൽ അഥവാ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വർണ്ണ കവർച്ച കേസിൽ ആദ്യത്തെ ജാമ്യമാണ് അത് വിജിലൻസ് കോടതിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിക്കുന്നത്. എന്തായാലും നിർണായകമാണ്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തുമെന്നാണ് SIT പറയുന്നത്. പക്ഷേ മുഖ്യപ്രതിക്ക് ഒരു കേസിൽ സ്വാഭാവികമായി ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് SITയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വീഴ്ച തന്നെയാണ്. കാരണം കുറ്റപത്രം ഇത്രയും കാലാവധി കഴിഞ്ഞിട്ടും സമർപ്പിക്കാത്തതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ഉയരുമ്പോൾ SIT അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത് മുഴുവൻ പഴുതുകളും അടച്ചുള്ള ഒരു കുറ്റപത്രമായിരിക്കണം സമർപ്പിക്കുക. അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പഴുതു വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ഇത്രയും കാലാവധി എടുക്കുന്നത് എന്നുള്ള കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ SIT ഈ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 90 ദിവസം കഴിയുന്നതിന് മുമ്പ് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാനൊരു ശ്രമമുണ്ട് എന്നുള്ളതാണ് വിവരം അറിയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കൊല്ലം വിജിലൻസ് കോടതിയിൽ അങ്ങനെ നടപടിക്രമങ്ങൾ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിമാൻഡ് കാലാവധി നീട്ടാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇരുവരും കോടതി മുറിക്ക് ഉള്ളിലാണുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായും വിധി പ്രസ്താവിക്കും. ശരി മനോജ്, വിവരങ്ങൾ വ്യക്തമാണ്. മണിക്കൂറുകൾ മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിധി എന്താകും? ജാമ്യാപേക്ഷയിൽ എന്ത് വാദമായിരിക്കും കോടതി ഉന്നയിക്കുക? ഈ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാത്തത് ഈ കേസിൽ എത്രത്തോളം തിരിച്ചടിയാകും? എന്തായാലും